വിന്നി അസ്സലാം വലൈക്കും. ഉപ്പാടെ പേരൊന്നും ഓർക്കണേ പറഞ്ഞ 2 പ്രാവശ്യം. എല്ലാ പുസ്തകവും ഇങ്ങനെ വാങ്ങിച്ച് പേര് എഴുതി ഒപ്പിടിപ്പിക്കും. അതും സറഫിനെ കൊണ്ട്. അടുത്ത പുസ്തകത്തിൽ ഞാൻ ഒപ്പിടട്ടെ. ഇതില് കുറച്ചൊക്കെ കട്ട് ചെയ്തോട്ടെ. കട്ട് ചെയ്യാം. അല്ല, ഇന്ന് ലഞ്ചിന് നമ്മള് വിളിച്ചിട്ടുണ്ടെന്നല്ലേ പറയണ്ടേ? ആര് വിളിച്ചു? നമ്മള് വിളിച്ചു പറഞ്ഞു നമ്മളിന്ന് ലഞ്ചിനുണ്ട് കേട്ടോന്ന്. അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മളാരും വിളിച്ചില്ല, നമ്മളാണ് വിളിച്ചു ഞങ്ങളിന്ന് ലഞ്ചിനുണ്ട് കേട്ടോന്ന്. ഓക്കെ. അപ്പൊ ഇൻട്രോ എടുക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ മേരി മാർഗരറ്റ്? നമ്മളിന്ന് വിന്നീനെ വിളിച്ച് പറഞ്ഞു, വിന്നി ഞങ്ങളിന്ന് ലഞ്ചിനുണ്ട് കേട്ടോ. വിന്നി ആണോ, ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞവള്. അപ്പൊ വിന്നീടെയും ഷറഫിന്റെ അടുത്തേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, അവിടെ കുറച്ചേരം ഇരുന്ന് സംസാരിക്കണം, അവരോട് കുറെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. പല വീടുകളിലും കയറി ഇറങ്ങുന്ന പരിപാടിയായിരുന്നു. രാകേശ്വരൻ ഇന്ന് ശ്രീദേവിച്ചിയൊക്കെ പോണേന്റെ തിരക്കിലാണ്, പാത്തുന്നൊരു ഇനാഗ്രേഷന്റെ തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് അവരിന്ന് വീർപ്പിക്കുന്നില്ല. ഞങ്ങൾ വരുന്നതാണ്. അതെ, അവരുടെ നിങ്ങൾക്കും നമ്മളിങ്ങനെ ക്ഷണിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഷറഫിനെയും മിന്നീനെയും കണ്ട് അവരുടെ അടുത്ത് വിശേഷങ്ങൾ പങ്കുവെക്കുക, ഫുഡ് അടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നേരെ അവരുടെ അടുത്തേക്ക്. ഇന്ന് ഗ്ലാമർ ആയിട്ടല്ലോ മേരി മാർഗരറ്റ്. കോപ്പാണ്, ടീഷർട്ടൊക്കെ ഇട്ട് വേറെ ബദ്രിനാഥ് പോയാതിയാ. ഇത് മറ്റേ സിനിമയില്ലേ തമന്നയുടെയും അല്ലു അർജുന്റെയും മറ്റേ പൂ പറിക്കാൻ പോണത്, അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു അല്ലു അർജുൻ ഫാനാണ്. ഏറ്റവും ഇഷ്ടമുള്ള അല്ലു അർജുന്റെ സിനിമ ഏതാ? ഹാപ്പി, ബണ്ണി, ആര്യ ഫസ്റ്റ് ഇഷ്ടം. ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. വേറെ ഒന്നല്ല, അവിടെ നിന്ന് വേറെ പ്രത്യേകിച്ചൊന്നല്ല, എവിടെയും പോകണമെന്നൊന്നുമില്ല. നമുക്ക് എവിടെയും പോകണമെന്നൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയാ, കത്തി വെക്കാ, കുറെ നാട്ടുകാരെ കുറ്റം പറയാ. പക്ഷെ ഞാനൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് വിന്നീത്ത് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ. വിന്നീത്ത് ഉഷാറായിട്ട് ഫുഡ് ഉണ്ടാക്കും. അവള് പാവട്ടെ, അവളുടെ അടുത്ത് നമ്മള് അന്ന് പോയപ്പോ നമ്മള് ജസ്റ്റ് പറഞ്ഞോളൂ, അവള് വേഗം പഴംപൊരിയൊക്കെ സെറ്റാക്കി. ഇന്ന് ലഞ്ചാണ്. എനിക്ക് അതിനുള്ള കഴിവില്ലടാ. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഞാൻ സ്ട്രെസ്ഡ് ആവും പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോ. അറിയാത്തോണ്ടായിരിക്കും. എനിക്ക് സ്പീഡും ഇല്ല, എനിക്ക് ടെൻഷനും ആവും, കഴിവുമില്ല. നിന്നെ 4 പേര് അറിയുമോടാ? കഴിവില്ല, ഒരു കഴിവില്ലാത്തൊരു ജീവിതമാണ്. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. നമ്മളിന്ന് ഫുൾ ഓൺ വൈബ്, ഫുൾ ഓൺ എക്സൈറ്റഡ്, ഫുൾ ഓൺ ഹാപ്പി ആണ്. ഗുഡ് മോർണിംഗ്. सभी दिन आपका चेहरा है कैमरे पे, कैसे है? थैंक यू. सब ठीक है? सब अच्छा है. लंच खाया? अभी कहाँ 1 बजे. क्या था स्पेशल लंच के लिए? अभी कुछ नहीं, अभी जाऊंगा अभी. ओके, टेक केयर. चार्जर വേണ്ടേ? All set? All set. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാനില ഐസ്ക്രീം ഇഷ്ടമാന്ന് പറയണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബാസ്കിൻ റോബിൻസിന്റെ ഒരു വാനില ഐസ്ക്രീം ആയാലോ? അതായിരിക്കും നല്ലത്, വേറെ ഒന്നുമില്ല ഇവിടെ. ഗൈസ്, അങ്ങനെ നമ്മള് വിന്നി ദീദിയുടെ ഫേവററ്റ് വാനില ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീമും പിന്നെ എനിക്ക് ചോക്കോബാർ വാങ്ങി. അതും ലണ്ടൻ ഡയറി അല്ല, നാട്ടില് ലാസ് ഐസ്ക്രീം കഴിച്ചിരുന്ന ടീമാണ്. അങ്ങനെ നമ്മൾ പിന്നീട് അവിടെ എത്തി. ഇത് മിക്കവാറും പായസം സത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നക്കി കുടിക്കേണ്ടി വരും. എന്തൊരു ചൂടാ പുറത്ത്, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് പറയാ. വണ്ടി അടുത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല, അതാ പറ്റി പോയ. കുറച്ചു ദൂരം ഞങ്ങളെത്തി. മാച്ചിങ് ഷർഫും ഞാനും, അതാണ് മനപ്പൊരുത്തം. താങ്ക് യു. അത് എന്റെയാണ്, ഇവ അത് ഇട്ടുന്നേ ഉള്ളൂ. എടാ അസ്സലാം വലൈക്കും. അതാണ് വിനി. അസ്സലാം വലൈക്കും. മൊത്തത്തില് ആക്റ്റീവാണ്. ഇത് നമ്മള് വാങ്ങിക്കൊടുത്ത ആനേനെയാണ് വീട്ടിൽ വെൽക്കം ആയിട്ട് വിന്നി വെച്ചിരിക്കുന്നത്. നമ്മളുള്ള സ്നേഹമാണ് അല്ലേ വിന്നി? ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാം ഇവിടെ. എന്തിട്ട് ഞാൻ 2 കറി പറഞ്ഞിട്ട് അത് എനിക്ക് സ്പെഷ്യൽ. അതെ, നമുക്ക് ചോറിന്റെ ഒരു ഇത്തിരി എടുക്കാം. വിനി ദീദി എന്തൊക്കെയാ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിരിക്കണെന്നൊന്ന് പറയോ? ആദ്യം വിനിയുടെ അമ്മയ്ക്ക് ഒരു നന്ദി പറയട്ടെ, ഇത്രയും നല്ലൊരു മോളെ ഉണ്ടാക്കി തന്നതിന്.
ഉപ്പയ്ക്കോ സോറി ഉപ്പയ്ക്കും വിന്നിനേക്കാളും കെയറിംഗും ലവിങ് വിന്നിയുടെ ഉമ്മയാ. അതെ ഞങ്ങള് പോയിട്ടുണ്ട്. ഓക്കെ അവിടെയും പോയി തിന്നിട്ടുണ്ട്. ഓക്കെ പിന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് പറഞ്ഞു? മോനെ മോരുകറി ഉണ്ട് ഇവിടെ, അവിയൽ, ഇവിടെ കിട്ടൂലേ? പൈസ കൊടുത്താ കിട്ടും. നമ്മള് ചാളയായിരുന്നല്ലോ. കൂട്ടുകറി എന്റെ വിന്നി ഞാൻ സത്യം പറയട്ടെ, 2 കറി പറഞ്ഞിട്ടാണ് മറ്റേ പേരകൻ റെസ്റ്റോറന്റുകാര് വിന്നിയുടെ റെസിപ്പി എടുത്തിട്ട് അവിടെ ഉണ്ടാക്കണത് അത് പറഞ്ഞ ഷബാനയുടെ ബീഫ് ബിരിയാണി. ഓക്കെ അപ്പൊ നമ്മൾ ഫുഡ് അടിയിലേക്ക് കിടക്കാൻ പോവാ. ഷർഫ് വിളമ്പി കഴിക്കടാ, സ്വന്തം വീഡിയോയിലെ കണ്ടാ മതി. ഞാൻ ഓൾറെഡി ഇരുന്നു. ഓ കയ്യിലുകളൊക്കെ വിന്നി കയ്യിലുകളൊക്കെ സെർവ് ചെയ്യുന്നത് കണ്ടോ? ഒരു 5 സ്റ്റാർ മോഡല്ല ഓരോ കയ്യിലും ഇങ്ങനെ വെച്ചിട്ട്. മോനെ മതി. നിന്റെ നോക്കിയേ എന്തോരം ചോറ് വേണമെന്ന് മേരി മാർഗരറ്റ്. മതിയോ? എനിക്ക് വിളമ്പാനല്ലേ അറിയുള്ളൂ. ഹോട്ടലിൽ പോയിട്ട് കഴിക്കുമ്പോഴാണ് അടിപൊളി. അവര് പറയും ഇഷ്ടായില്ല ഫുഡ്. ഞാൻ അത്രയും ചോറ് കഴിക്കാറുണ്ട്. എനിക്ക് വിളമ്പാ കാളാഞ്ചി ഇംഗ്ലീഷ് ഐ മീൻ ഇവിടെ ഇവര് മലയാളത്തിൽ കാളാഞ്ചി എന്ന് പറയാ. എനിക്കറിയില്ല കാളാഞ്ചി നല്ല മീനാണോ? നല്ല മീനാ, നാട്ടില് നല്ല വിലയുമാ. ഇവിടെ നല്ല വിലയാ. ആയിരിക്കും. മീൻകറി കിട്ടോ സാമ്പാറിന്റെ സൈഡിലായിട്ട് കഷ്ണം ഏതാ? ഏതെങ്കിലും കിട്ടോ, എല്ലാം ഞാൻ കഴിക്കും. തക്കാളി ഇട്ടത്. തക്കാളി കിട്ടോ. ഒരു വഴിക്ക് പോണല്ലേ. ഗൈസ് അപ്പൊ നമ്മുടെ ചോറും പാത്രം ഇവിടെ അല്ല നമ്മുടെ പ്ലേറ്റ് ഇവിടെ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മീൻകറി ഉണ്ട്, സാമ്പാർ ഉണ്ട്, മോരുകറി ഉണ്ട്, മത്തങ്ങൽശ്ശേരി ഉണ്ട്, അവിയലുണ്ട്, പിന്നെ ഇവിടുന്ന് ഒരു മീൻ ഫ്രൈ കൂടി വരും. ഇത്രയും സംഭവങ്ങളായിട്ട് വിന്നി താങ്ക് യു. നിങ്ങളുടെ വലിയ മനസ്സിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എന്താ മേരി മാർഗരറ്റ് പറയാനുള്ളത്? അതെ ഞാൻ നല്ല ടേസ്റ്റ് അടിപൊളി. മോര് ഭയങ്കര അടിപൊളി. ഗൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു മീൻകറി നല്ല രസമുണ്ടെന്ന്. അത് ആ എക്സ്പ്രഷൻ എനിക്ക് കിട്ടൂല. എനിക്ക് അടിപൊളി മീൻകറി. ഞങ്ങളുടെ വീട്ടില് ഓട്സും സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ചോറും പാത്രം ഒന്നും ഇല്ലാത്തോണ്ടല്ലേ. അത് കാരണം ചോറ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. മാൻ ചോറുമ്പോ തൊടുമ്പോ തന്നെ നാട്ടിൽ നല്ല വന്ന എല്ലാ ദിവസവും ചോറ് കുത്തി കഴിച്ചിട്ട് തള്ളേറെ ഗൈസ്. ഓക്കെ അടിപൊളി പൊളിച്ചു. വിന്നി നിങ്ങളൊരു ഹിന്ദു പെൺകുട്ടിയാണെന്ന് പറയുള്ളത് കണ്ടു കഴിഞ്ഞാ അത്ര സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നും കഴിക്കണ്ടല്ലേ. അതാണ് മുറ്റത്തെ മുല്ലക്ക് വിലയില്ല എന്ന് പറയുന്നത്. അല്ല വിലയല്ല മണമില്ല എന്ന് പറയുന്നത്. മണവില്ല വിലയില്ല എനിക്ക്. അങ്ങനെ ഗൈസ് ജാടത്തിണ്ടി. ഓക്കെ അപ്പൊ ഗൈസ് ഗംഭീരമായ ഫുഡ് ഗൈസ്, ഒന്നും പറയാനില്ല. ഉള്ളിന്ന് പറയാണെന്നുണ്ടെങ്കിൽ എല്ലാ കറിയും അടിപൊളിയായിട്ടുണ്ട്. വെരി ടേസ്റ്റി ഗൈസ്. ഫുഡ് റിവ്യൂ എടുത്ത് പിന്നീട് റെസ്റ്റോറന്റ് തുടങ്ങി ഫുഡ് റിവ്യൂ. വെരി ടേസ്റ്റി, വെരി ഹാപ്പി. താങ്ക് യു വിന്നി. ഞങ്ങളിപ്പോ ഇനി അധികം സംസാരിക്കാതെ ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്. ആസ്വദിച്ചോട്ടെ. ഭയങ്കര രുചിയുണ്ട് ഗൈസ്. സൂപ്പർ ആക്ഷൻ. ഞങ്ങള് ഫുഡൊക്കെ ആക്ഷൻ എന്താ സിനിമയോന്നൊക്കെ. ഞങ്ങള് ഫുഡടിയൊക്കെ കഴിഞ്ഞ് കൊറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കൈയൊക്കെ ഉണങ്ങി പിടിച്ച് പണ്ടാറാണെങ്കിൽ ലാസ്റ്റ് നമ്മള് കൈയൊക്കെ കഴുകി തേച്ചരച്ച് അത് കഴിഞ്ഞ് നമ്മളിത് കേക്ക് എന്താണ് കേക്ക് ഐസ്ക്രീം. എന്താ ഐസ്ക്രീം വിന്നി? ബ്രൗണീസ് ആണ്. ബ്രൗണീസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് കേക്ക് ഐസ്ക്രീം, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് കേക്ക് ഐസ്ക്രീം എന്നൊക്കെ നമ്മള് ബ്രൗണീസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ബ്രൗണി സൺഡേ കഴിച്ചോണ്ടിരിക്കുക. വിന്നിയുടെ ഫേവറേറ്റ്. ആർക്കെങ്കിലും വിന്നിക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജമൈക്ക ആൽമണ്ട് ഫഡ്ജ് ഇഷ്ടം. അയ്യോ നീല ഇന്നലെ വാനിലേ പറഞ്ഞേ. വാനില എപ്പോഴും കഴിക്കാൻ പറ്റുന്നത്. എന്താ ജമൈക്കൻ ജമൈക്ക ആൽമണ്ട് ഫഡ്ജ്. നിനക്ക് ഇതൊക്കെ അറിയോടാ? വേറെ എവിടെ നമ്മൾ ഓടിപ്പോണില്ലല്ലോ. നീ ഒരു നാട്ടിൻ പുറത്തുകാരനായിരുന്നില്ലേ? അതൊക്കെ അത്ര തന്നെ ഉള്ളു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഇത് മേടിക്കുമ്പോ നമ്മൾ അറിയൂലോ. ഇതൊക്കെ ഇതൊക്കെ വിന്നി വായിക്കുന്ന പുസ്തകങ്ങളാട്ടോ. ഇത് മുഴുവൻ വിന്നി വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഞാൻ ഈ പുസ്തകങ്ങൾ നോക്കുന്നതിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടു ഗൈസ്. ഇതാണ് ഇപ്പൊ വിന്നി വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം. ഈ ബ്യൂട്ടിഫുൾ ഗേളിന്റെ ജീവിതകഥയാ അല്ലേ? അല്ല അത് 17th സെഞ്ചുറിയിലെ ഹിസ്റ്ററിയാണത്. യു എയിലത്തെ അല്ല നമ്മുടെ നാട്ടിലത്തെ മുഗളല്ലേ. അപ്പൊ ആ സമയത്ത് ഒരു ഞാൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ ആ സമയത്ത് അക്ബർ ചക്രവർത്തിയുടെ ആണോ? അല്ല. ഓക്കെ അപ്പൊ എന്തായാലും മുഗളിന്റെ ചരിത്രമാണ്. ഇതാണ് ഈ പുസ്തകം. എന്താണ് അത് ഇടണ്ടെന്ന് പറയണ്ട. അത് പണ്ട് പണ്ട് ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു.
ഇവ 10 മിനിറ്റിന്റെ ഉള്ളിൽ ആക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ വളയും. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കണ പോലെയാ. ഞാൻ അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ വീടെത്തുന്നവരെ എടുത്തു. അതാണ് കോമഡി ആയിരുന്നു. അതിന് ക്യാമറ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. മറ്റേ CCTV പോലെ ഒരു സ്ഥലത്ത് അതങ്ങനെ വെക്കും. പിന്നെ അതിന്റെ വരുന്നതൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ വിന്നി ദീദി വായിക്കുന്ന പുസ്തകം. അപ്പൊ ഇത് മാർക്കാട്ടെ, എത്ര പേജ് വായിച്ചു? ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം കണ്ട. അപ്പൊ സറഫിന്റെ ഒപ്പാട്ടത്. ഒപ്പ് മാത്രല്ല, അതിലൊരു നമ്പറും കാണാം, 58 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡേറ്റും. അതാ പുസ്തകം വാങ്ങിയ ഡേറ്റ്. ഈ 58 എന്താ പിന്നെ? 58ാമത്തെ ബുക്ക്. എല്ലാ പുസ്തകവും ഇങ്ങനെ വാങ്ങിച്ച് പേര് എഴുതി ഒപ്പിടിപ്പിക്കും. അതും സറഫിനെ കൊണ്ട്. അടുത്ത പുസ്തകത്തിൽ ഞാൻ ഒപ്പിടട്ടെ? അത് എന്താ അതിന് പ്രത്യേകത? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മള് പണ്ടൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെ ഓരോരുത്തർ വന്ന് ക്ലാസ് എടുക്കില്ലേ. ഞാൻ ചേട്ടനെ നോക്കണേ, ക്യാമറ നോക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ക്ലാസ് എടുക്കില്ലേ. അപ്പൊ നമുക്കിങ്ങനെ പണ്ട് ഇതുപോലെ ഒരാൾ ക്ലാസ് എടുക്കാൻ വന്നപ്പോ പറഞ്ഞതാ, നിങ്ങൾ ഓരോ ബുക്ക് വാങ്ങുമ്പോഴും ആ ബുക്കിനകത്ത് ഇങ്ങനെ അതിന്റെ ഇങ്ങനെ നമ്പർ ഇട്ട് വെക്കണം. അപ്പൊ നമ്മൾ എന്നാണത് വാങ്ങിയത്, എപ്പോഴാ വാങ്ങിയതെന്നൊക്കെ നമുക്കൊരു മെമ്മറി ആയിരിക്കും. അതൊരു ഇതല്ലേ, നല്ലൊരു ഇതല്ലേ. ഞാൻ ഇക്കാനെ കൊണ്ട് ഓരോ ബുക്ക് വാങ്ങുമ്പോഴും ആ ഡേറ്റും പിന്നെ നമ്പർ ഇട്ടിട്ട് ഒപ്പിടിച്ചു. നീ ഓരോ ലിപ്സ്റ്റിക് വാങ്ങി എന്നെ കൊണ്ട് ഇങ്ങനെ നമ്പർ എഴുതി ഒപ്പിടിപ്പിക്കും. നമ്മുടെ ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യാം. സർഫ്, നീ ഇത് ഒപ്പിടുമ്പോ നിനക്ക് ഒരു പ്രിവിലേജ് ഫീൽ തോന്നാറുണ്ടോ? ഒരു പ്രിവിലേജും ഇല്ല. ഉപ്പിറ വേഗം വെറുതെ പറഞ്ഞത്. ഞാൻ ബുക്ക് വാങ്ങിയിട്ട് കാത്തിരിക്കും. ഒപ്പിടാൻ വരാൻ എന്ത് ഡിമാൻഡാന്നറിയോ? ഭയങ്കര ഡിമാൻഡാ. ഇതിപ്പോ സർഫിന്റെ ഓട്ടോഗ്രാഫ് ആണ് ഈ ഇരിക്കുന്ന ഓരോ പുസ്തകങ്ങളും. 58ാമത്തെ ബുക്ക് ഒക്കെ ഇക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പണിയില്ലല്ലോ. അല്ല, അവൻ പിന്നീട് എന്തിനാ പുസ്തകം വായിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയാം. ഇല്ല ഇന്ന പറയും. ഇഞ്ഞാന്ന് വെച്ചാ പിന്നീട് ഉപ്പ. ഉപ്പാടെ പേരൊന്നും ഓർക്കണം, പറഞ്ഞ 2 പ്രാവശ്യം. രണ്ടുപേരും അറിയട്ടെ. ഇന്നില്ലാത്തോണ്ട് ഇപ്പൊ പറയാല്ലേ. പിന്നെ ആരാ, ഉമ്മറോ ജയഭാരതി അങ്ങനെ ആരും ഇല്ല ഫാമിലിയിൽ? കളിയാക്കണതാ ഇങ്ങനെ പേര് പറയും മാത്രം. പ്രേം നസീറിന്റെ മോളാന്ന് പറയും നാട്ടിലൊക്കെ. അങ്ങനല്ലേ അറിയപ്പെടാം? പ്രേമാരും കൂട്ടാറില്ല. നസീർക്ക അത് നമ്മൾ പറഞ്ഞു വന്നതല്ലേ. ഇവൻ ചീത്ത പറയാറുണ്ടോ പുസ്തകം വാങ്ങിക്കുമ്പോ? ഇല്ല ഏറ്റവും ഇതുവരെ വായിച്ചില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ മലയാളത്തില്? ഞാൻ പറയാം, നീ 10 പഠിച്ചോണ്ട് ബാല്യകാല സംഖ്യക്ക് എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എല്ലാം. എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇഷ്ടമുള്ളൂ. അപ്പൊ ഞാൻ ഒരു 4ലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ വായിക്കുമ്പോ ഇഞ്ഞതാ വാങ്ങി തന്നിരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. ബഷീറിന്റെ ഇതിനകത്ത് ഇങ്ങനെ ഭയങ്കര എന്താ അവരുടെ ഓരോ സ്ട്രഗിളും നല്ല കോമഡി ആയിട്ടല്ലേ പറയാം. ഈ ബുക്കാണ് എനിക്ക് എന്റെ ഇന്ന തന്നിട്ടുള്ള ബുക്ക്. ഇത് ഇന്നയുടെ കളക്ഷനിലുള്ള ബുക്കാണ്. ഇന്നക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന പണ്ട് ഹോട്ടലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്നിട്ട് അവരുടെ ബുക്കൊക്കെ അവിടെ അവര് ലീവ് ചെയ്ത് പോകുമല്ലോ. അപ്പൊ അങ്ങനത്തെ ബുക്കൊക്കെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കുറെ കളക്ഷൻ. ഇത് ഇന്ന എനിക്ക് ആദ്യമായിട്ട് അവസാനമായിട്ട് തന്ന ബുക്ക്. പിന്നെ എനിക്ക് പണ്ടൊരു ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ലൈഫ് ആഫ്റ്റർ. ഇത് ഒരു ഇയാൾ ഇന്നാള് മരിച്ചിട്ടുള്ളൂ, കുറച്ചാൾ മുന്നേ. ഇത് 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആ സമയത്ത് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് അയ്യോ ഇതൊന്നും ഇടണ്ട, പൈലറ്റ്. പക്ഷെ ഇത് നല്ലതാ. ആ സമയത്തെ യുദ്ധത്തിന്റെ കാര്യങ്ങളും ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? അല്ല, ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? പിന്നെ ബുദ്ധിമുട്ടൊക്കെ തന്നെ മനസ്സിലാവും അർത്ഥമൊക്കെ. പിന്നെ ഡിക്ഷണറി വെച്ചിട്ട് വായിക്കാടി, അറിയാത്ത വാക്കുകൾ ഡിക്ഷണറി അവക്ക് മനസ്സിലാവാം. എല്ലാ വാക്കാർക്ക് ഡിക്ഷണറി വെച്ച് നോക്കുന്നു പറഞ്ഞത്. അതൊക്കെ ഞാൻ മറ്റേ നമ്മുടെ അടുത്തൊരു ലൈബ്രറി കൊടുത്തപ്പോ എത്ര രൂപയ്ക്ക് വിറ്റു? വിറ്റല്ല, അവർക്ക് കൊടുത്തു. അവരവിടെ പൂട്ടിപ്പോയപ്പോ അവര് പറഞ്ഞില്ല. എന്നിട്ട് അത് നമ്മുടെ ബുക്കൊക്കെ പോയി. അല്ല, നീ നമ്മുടെ പറയാൻ പറ്റില്ല, കൊടുത്തല്ലേ. എന്നാലും ആ ബുക്കൊക്കെ അപ്പൊ നമ്മുടെ എഴുത്തും വായനയൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് നേരങ്ങൾ സ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇതില് കുറച്ചൊക്കെ കട്ട് ചെയ്തോട്ടെ. കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ അവളാ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോയി. ഏതൊക്കെ ഇടൂന്ന് അറിയുമില്ല. ഇല്ല, കട്ട് ചെയ്യാം. അപ്പൊ ഐസ്ക്രീം ഏകദേശം ഇവിടെ തീർന്നു. എന്റെ ഐസ്ക്രീം ഞാൻ കഴിക്കാൻ പോണു. ഡാർക്ക് ബ്രൗൺ അല്ല, ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്. ഇങ്ങനത്തെ സിനിമ ഉണ്ട് ഓൾറെഡി, ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ അതിന്റെ ബുക്ക് എനിക്ക് ഭാരതമേ കളിക്കൊടുക്കല്ലേ അറിയുള്ളൂ. ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് ചായയുടെയും കാപ്പിയുടെ ഒക്കെ സമയമായി. പിന്നെ ഈ ചായയും കാപ്പിയും ഒക്കെ ഇടുന്നുണ്ട്. എനിക്ക് വേണ്ടി കോഫി, ബാക്കി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ചായ. അതെന്താ ഇവയ്ക്ക് വേണ്ടി മതി? ഇവയ്ക്കും ചായ കൊടുത്താൽ മതി വിന്നി. ഇവയ്ക്ക് കോഫിയാണ് ഇഷ്ടം. അപ്പൊ വിന്നി സ്പെഷ്യൽ ചായ. ഞാൻ പറഞ്ഞതാ പുറത്തുപോയി കാപ്പി കുടിക്കാന്ന്, പക്ഷെ വിന്നി സമ്മതിക്കുന്നില്ല. വിന്നിയുടെ സ്പെഷ്യൽ. നമുക്ക് ഇനിയും പോവാലോ. ഇത് കഴിഞ്ഞിട്ടും ഞാൻ ഇനിയും ചായ കുടിക്കും. വിഷമിക്കണ്ട. അങ്ങനെ ഇട്ടാ മതി അല്ലേ? ഇതിലിടണ്ടാലോ? വേണ്ട വേണ്ട വേണ്ട. ഇത് നല്ല ചായപ്പൊടിയാണ്, മറ്റേ ടാറ്റേന്റെ ചായപ്പൊടി. അതിനകത്തുള്ളത് ഇങ്ങനത്തെ ഈ പച്ചയിലയും ഇതൊക്കെ. ഇതിന്റെ പേരെന്താ ഈ ചായപ്പൊടിയുടെ? വേണമെങ്കിൽ ഇതെടുത്ത് കാണിച്ചുതരാം. ഗോൾഡ് അല്ലേ? നല്ലതാ. നല്ലതാ. അമ്മ അവിടെ ചായക്കാരത്തെ വേണമെങ്കിൽ 2 കുപ്പി കൊണ്ടുപോകും. ഇത് നാട്ടിൽ കിട്ടില്ലേ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണത്. ആണോ? പിന്നല്ല. ക്വാളിറ്റി വ്യത്യാസം ആണോ? എക്സ്പോർട്ട് ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോ. നല്ല നല്ല ചായപ്പൊടി. ഇവയ്ക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യൽ കാപ്പി ഇടുന്നുണ്ട് കേട്ടോ. ബ്രൂവിന്റെ പൂരി. അറിയാൻ ഇവേ കൊള്ളട്ടെ, കാണാനൊരു aesthetic സംഭവം നല്ലതാ അല്ലേ? പച്ചടക്ക് കാണുന്നത്. ബിസ്ക്കറ്റ് ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നത് ഭയങ്കര സ്റ്റൈലായിട്ടല്ലോ. വയസ്സിൽ ഞാൻ വാങ്ങിയിട്ടില്ല. പതഞ്ഞ കോഫിയല്ലോ ഇവേ. ദീദി അവള് തന്റെ aesthetics ചെയ്യണം. വിനീതിയുടെ റെഡി ആയിട്ടുണ്ട്. മേരി സ്വന്തം ഭാര്യയുടെ ലൈഫ് കേട്ട് ഞാൻ നിന്റെ ലൈഫ്. ഓക്കെ, എങ്ങട്ടാ പോണേ വിനീതി? നമ്മളിപ്പോ സമീലക്ക് മിന്നൽ മീറ്റിംഗ് കൂട്ടിയിട്ടുണ്ട്. ഒരു മിന്നൽ മീറ്റിംഗ്. അപ്പൊ എന്താ ചുമ്മാ പോണു. നമുക്ക് എല്ലാവർക്കും എന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അതെ, എല്ലാരോടും വരാൻ പറഞ്ഞിട്ട് രാകേഷും യമിനിയും വരുന്നുണ്ടല്ലേ. നമ്മളെല്ലാരും ഇപ്പൊ അങ്ങോട്ടാ പോണേ. എന്തിനായിരിക്കും മിനിയുടെ ഒരു വൈൽഡ് ഗസ്? എന്തിനായിരിക്കും? ചുമ്മാ കൂട്ടിയിരുന്ന് വർത്താനം പറയാനല്ല. നിന്റെ പേരാണോ വിന്നി? ബിൽഡപ്പ് കൊടുത്ത കാരണം എന്താണാവോ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യും. സർഫേ, നിനക്ക് എന്താണ് തോന്നുന്നത്? എന്തിനായിരിക്കും സമീലേക്ക് വിളിച്ചിട്ടുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല, ചുമ്മായിരുന്നു വർത്താനം പറയാൻ. അതെ ചേട്ടാ, ഇത് ഇടരുതെന്നല്ലേ? ഇത് കഴിഞ്ഞിട്ടേ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരണേ. അപ്പൊ ഇപ്പൊ സമയം രാത്രി 1 മണി ആയിരിക്കുകയാണ്. നമ്മൾ വിനീടും ഷറഫിന്റെ അടുത്ത് നേരെ സമീലിക്കാരുടെ അടുത്ത് പോയി സമീലിക്കാനും പാത്തുവിനെയും ഒക്കെ മീറ്റ് ചെയ്തു. യെസ്, അപ്പൊ അവരെല്ലാരും കണ്ടു. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു മിന്നൽ മീറ്റിംഗ് ആയിരുന്നു ആക്ച്വലി. നമ്മളെല്ലാരും ഒരുമിച്ച് കണ്ട് വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്ന. ഉറക്കക്ഷീണമുണ്ട്, എന്നിരുന്നാൽ കൂടി എല്ലാം സെറ്റ്, എല്ലാരും കണ്ടതിന്റെ ഹാപ്പിനെസ്. അപ്പോ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു അല്ലെ. പിന്നെ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് വിന്നി ദീദിക്കും ഷറഫിക്കും ഞങ്ങളുടെ വക ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതും ഒരു മിന്നൽ പോക്കായിരുന്നു കേട്ടോ. നമ്മള് കൊറേ നേരത്തെ പ്ലാനിങ്ങിലൂടെ ജസ്റ്റ് ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു. അതെ, അത്യുഗ്രമായ ഭക്ഷണം ഉണ്ടാക്കി തന്നതിനും സ്നേഹം നിറഞ്ഞ് അത് ഞങ്ങൾക്ക് വിളമ്പി തന്നതിനും നമസ്കാരം. അതെ, ആ ഒരു നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ നാളെ കാണാം ഗൈസ്. ഉച്ചയ്ക്ക് 12 മണിക്ക്, UAE സമയം രാവിലെ 10:30. അതെനിക്ക് ആൾക്കെല്ലാം നല്ല ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ. ടാറ്റാ.